ഇന്ത്യൻ വിപണിയിൽ എസ്യുവികളുടെ ഡിമാൻഡ് ഏറി വരുന്നത് പോലെ തന്നെയാണ് സിഎൻജി കാറുകളുടെ ആവശ്യവും. രണ്ടും കൂടി ഒന്നിച്ച് കിട്ടിയാൽ ആളുകൾ ഡബിൾ ഹാപ്പിയാണ്. ഇലക്ട്രിക് കാറുകൾ വാങ്ങാൻ താല്പര്യമില്ലാത്തവർക്കും കെഎസ്ഇബിയുടെ കൊള്ള കാരണം ചാർജിംഗ് നിരക്ക് കൂട്ടിയാലുള്ള ഗതി ഓർക്കുന്നവർക്കുമെല്ലാം താല്പര്യം കംപ്രസ് നാച്ചുറൽ ഗ്യാസ് അഥവാ സിഎൻജി വാഹനങ്ങളോടാണ്. മാരുതി സുസുക്കി, ഹ്യുണ്ടായി, ടാറ്റ മോട്ടോഴ്സ് എന്നീ ബ്രാൻഡുകളെല്ലാം തന്നെ സിഎൻജി കാറുകൾ പുറത്തിറക്കുന്നതിനാൽ ആളുകൾ എങ്ങനെ വാങ്ങാതിരിക്കും? പക്ഷെ അപ്പോഴും ഒരു പ്രധാന പോരായ്മയായി കണക്കാക്കിയിരുന്നത് സിഎൻജി ടാങ്കുകൾ വരുന്നതോടുകൂടി ബൂട്ട് സ്പേസിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്നതായിരുന്നു. എന്നാൽ ടാറ്റ മോട്ടോഴ്സ് ഇതിന് പരിഹാരം കണ്ടെത്തിയത് ട്വിൻ സിലിണ്ടർ സാങ്കേതിക വിദ്യയുമായി എത്തിയാണ്. പണ്ട് പ്രായോഗികതയില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെല്ലാം ഈയൊരു കണ്ടുപിടുത്തത്തെ ഇരുകൈ നീട്ടിയാണ് സ്വീകരിച്ചത്. ടാറ്റ മോട്ടോഴ്സ് ആണ് ഈ സംഗതി അവതരിപ്പിച്ചതെങ്കിലും ഇക്കഴിഞ്ഞ ദിവസം രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടായും എസ്റ്റർ സിഎൻജിയിൽ ഈ സാങ്കേതിക വിദ്യ കൊണ്ടുവരികയുണ്ടായി. ഇതര മൊബിലിറ്റി സൊല്യൂഷൻസ് ഗെയിം വികസിപ്പിച്ചുകൊണ്ട് ടാറ്റ അൾട്രോ സിഎൻജിയിൽ ആദ്യം കണ്ട ഇരട്ട സിലിണ്ടർ സിഎൻജി സാങ്കേതിക വിദ്യ ഹ്യുണ്ടായി സ്വീകരിച്ചു. ഹ്യുണ്ടായി ഇതിനെ ഹൈ സിഎൻജി ഡിവോ എന്ന് വിളിക്കുന്നു. ബ്രാൻഡിന്റെ ജനപ്രിയ എസ്റ്ററിലൂടെയാണ് ഇത് ആദ്യമായി അരങ്ങേറ്റം കുറിച്ചത്. ഇതുവഴി സിഎൻജി പവർ ട്രെയിനുകളിൽ ഹ്യുണ്ടായി ഒരു പുതിയ അധ്യായത്തിലേക്ക് ചുവടുവെക്കുന്നു. കൊറിയൻ ബ്രാൻഡ് ഇതിനെ ഹൈ സിഎൻജി ഡിവോ എന്ന പേരിലാണ് വിളിക്കപ്പെടുന്നതെങ്കിലും സംവിധാനം ടാറ്റയുടെ പോലെ തന്നെയാണ്. 3 വേരിയന്റുകളിലാണ് എസ്റ്റർ സിഎൻജി ഡിവോ വാങ്ങാൻ സാധിക്കുക. എസ്, എസ്എക്സ്, എസ്എക്സ് നെറ്റ് എഡിഷൻ എന്നിവയിലാണ് എസ്റ്റർ ഡിവോ ലഭ്യമാകുക. ഹൈ സിഎൻജി ഡിവോയുടെ പേര് കമ്പനി ട്രേഡ് മാർക്ക് ചെയ്തതിനാൽ ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ ലിമിറ്റഡ് ഇരട്ട സിലിണ്ടർ സിഎൻജി സാങ്കേതിക വിദ്യയിലേക്ക് കടക്കുന്നതായി കഴിഞ്ഞ മാസം അവസാനം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വികസനത്തിന് തൊട്ടു പിന്നാലെ ഹ്യുണ്ടായി തങ്ങളുടെ ആദ്യത്തെ ഹൈ സിഎൻജി ഡിവോ സജ്ജീകരിച്ച എസ്റ്റർ സബ് 4M ക്രോസ് ഓവർ പുറത്തിറക്കി. ഇതിന്റെ വരവ് സെഗ്മെന്റിലെ കിങ് ആയ ടാറ്റ പഞ്ച് സിഎൻജിക്കാണ് തിരിച്ചടിയായിരിക്കുന്നത്. എക്സ്റ്ററിലേക്ക് ഹൈ സിഎൻജി ഡിവോ കൊണ്ടുവരുന്നതോടുകൂടി കൂടുതൽ വിൽപ്പന പിടിക്കാമെന്നാണ് ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കൾ കരുതുന്നത്. ഡിവോയുടെ ആരംഭത്തോടുകൂടി ഹ്യുണ്ടായി പഴയ സിംഗിൾ സിലിണ്ടർ വേരിയന്റുകളെ നീക്കം ചെയ്യുന്നില്ല. നിലവിൽ എസ്റ്റർ ഹൈ സിഎൻജി ഡിവോ മാത്രമാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്രാൻഡ് ഐട്ടൺ നിയോസ്, ഓറ തുടങ്ങിയ വാഹനങ്ങളിലും ഇതേ സാങ്കേതിക വിദ്യ ഉടൻ ലഭ്യമായേക്കും. പഞ്ച് ട്വിൻ സിലിണ്ടർ ആണോ അതോ പഞ്ചിന്റെ പുതിയ ഡിവോ പതിപ്പാണോ വാങ്ങേണ്ടതെന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവൊന്നും കാണില്ല. ആയതിനാൽ എസ്യുവി സെഗ്മെന്റിൽ പോരാടുന്ന 2 സിഎൻജി എസ്യുവികളുടെയും സാങ്കേതിക വിദ്യ സവിശേഷതകൾ നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാലോ. എക്സ്റ്ററിൽ നിന്ന് നമുക്ക് തുടങ്ങാം. 68 bhp പവറിൽ പരമാവധി 95 Nm ടോർക്ക് വികസിപ്പിക്കുന്ന 1.2 ലിറ്റർ ബൈ ഫ്യുവൽ പെട്രോൾ സിഎൻജി എഞ്ചിനാണ് ഹ്യുണ്ടായുടെ സിഎൻജി മൈക്രോ എസ്യുവിക്ക് കരുത്ത് പകരുന്നത്. അതേസമയം പഞ്ച് അതിന്റെ സിഎൻജി രൂപത്തിൽ 72 bhp കരുത്തിൽ 95 Nm ടോർക്കാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 2 കാറുകളും 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമേ ലഭ്യമാകൂ. പെർഫോമൻസ് കണക്കുകളിലേക്ക് വരുമ്പോൾ പഞ്ച് സിഎൻജി ആണ് പേറ്റന്റിൽ മിടുക്കനെങ്കിലും എക്സ്റ്ററിന് 4 സിലിണ്ടർ എഞ്ചിൻ ഉള്ളതിനാൽ റിഫൈൻമെന്റ് ലെവലും മറ്റും ഹ്യുണ്ടായി മോഡലിനാവും ഉള്ളതെന്ന് അനുമാനിക്കാം. കംപ്രസഡ് നാച്ചുറൽ ഗ്യാസ് വേരിയന്റുകൾ സ്വന്തമാക്കുന്നവർ പ്രധാനമായും പരിഗണിക്കുന്ന വിഷയമാണ് മൈലേജ്. അതിന്റെ താരതമ്യം നോക്കിയിട്ട് ബാക്കി തീരുമാനമെടുക്കാം. മൈലേജിന്റെ കാര്യത്തിൽ ടാറ്റ പഞ്ച് സിഎൻജി കിലോഗ്രാമിന് 26.99 കിലോമീറ്റർ ഇന്ധനക്ഷമതയാണ് പറയുന്നത്. അതേസമയം എക്സ്റ്റർ ഡിവോ കിലോഗ്രാമിന് 27.1 കിലോമീറ്റർ മൈലേജാണ് നൽകുന്നത്. 2 എസ്യുവികളുടെയും മൈലേജിന്റെ കാര്യത്തിൽ ഒരു ചെറിയ വ്യത്യാസം കാണാനാകും. എന്നാൽ യഥാർത്ഥ സാഹചര്യങ്ങളിൽ 2 മോഡലുകളും ഏകദേശം ഒരേ കണക്കുകൾ നൽകാനാണ് സാധ്യതയുള്ളത്. എന്തായാലും ഇക്കാര്യം മാറ്റി നിർത്തിയാൽ പഞ്ച് സിഎൻജിയെ പോലെ തന്നെ എക്സ്റ്റർ ഡിവോയ്ക്കും വലിയ സിഎൻജി ടാങ്കിന് പകരം 2 ചെറിയ സിഎൻജി സിലിണ്ടറുകൾ ലഭിക്കുന്നതിനാൽ കൂടുതൽ ലഗേജ് കയറ്റാനാകും. പിന്നെ ഇക്കൂട്ടത്തിൽ ഏത് മോഡൽ വാങ്ങിയാലും പെട്രോൾ അടിക്കുന്ന കാശിൽ കുറച്ച് മിച്ചം പിടിക്കാമെന്നതിനാൽ തർക്കവുമില്ല. ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.